നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണം. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര തിരിക്കുന്ന, ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുവാണ്. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനത്തിൻ്റെ ഓൺലൈൻ റീഡിങ്, ഓൺലൈൻ ട്രാൻസ്ലേഷൻ, വചനത്തിൻ്റെ ഓൺലൈനായിട്ടുള്ള വായനയും തർജിമയും പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവാനുഭവ മുന്നേറ്റങ്ങളാണ്. ഉടമ്പടിയിലെ വചന വായന കൊണ്ട് ഒരാൾ കരസ്ഥമാക്കേണ്ടത്. പരമണക്ക് നമ്മൾ വചനം വായിക്കണ്ടേ, അവർക്ക് അച്ഛൻ പറഞ്ഞതൊക്കെ മനസ്സിലുണ്ടാവണം. അതിലൊന്ന്, നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. അപ്പം അതിനൊരു പേർ വേർഡുണ്ട്. എപ്പോഴും ഒരു ഷാഡോ വേർഡുണ്ട്. ഞാൻ ഷാഡോ വേർഡ് എന്നാണ് പറയണത്. ഷാഡോ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തു നിഴലും പോലെ ആണെങ്കിലും നിഴല് ചിലപ്പോൾ വസ്തുവായിട്ട് മാറും. അത് ഒരു കൺവേർഷൻ വായിക്കുമ്പോൾ ഇപ്പം ഒരു വസ്തുവിനെല്ലാം നിഴലുണ്ടാകുമല്ലോ. അവിടെ ഇതൊക്കെ നിഴലുണ്ട്. അപ്പം നിഴല് കൺവേർട്ട് ചെയ്ത് വസ്തുവായിട്ട് മാറും. അപ്പോൾ വസ്തു വേറെ നിഴലായിട്ട് പോകത്തില്ല. അത് അതേപോലെ തന്നെ നിന്നിട്ടുണ്ട്. വേറെ അതിൻ്റെ അന്തർലീനമായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തും. ഇപ്പം എന്താ വചനം? പുറപ്പാട് 22 വായിച്ചു. അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. എന്റെ വിഷയം എന്ന് വെച്ചാല് നമ്മളുടെ ശ്രദ്ധ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ആധ്യാത്മികമായ ഒരു പരാജയമാണ്. ഇപ്പൊ നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുതെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കണ വചനമാണെങ്കിലും ഇതുപോലെ കേട്ടിട്ട് പ്രയോജനമില്ലാത്തൊരു വചനം ബൈബിളിലില്ല. കേട്ടിട്ട് ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാകാത്തൊരു വചനം. എന്താ കാര്യം വെച്ചാല് അർത്ഥം അറിയാത്ത കൊണ്ടായ സംഭവം. ഒരു വിഭാഗം ഇത് ചുമ്മാ വിഗ്രഹാരാധന എന്ന് പറഞ്ഞുകൊണ്ട് കാറിക്കൂവി മനുഷ്യന്റെ ശ്രദ്ധ തിരിച്ചു കളയും. എന്താ കാര്യം വെച്ചാല് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം വേറെ എന്തിന് പ്രാധാന്യം കൊടുത്താലും ആർക്ക് പ്രാധാന്യം കൊടുത്താലും അത് കൺവേർട്ട് ചെയ്ത് വേറൊരു ദൈവമായിട്ട് വരുമെന്ന്. അപ്പൊ വേറെ ദൈവം ഒന്ന് ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകുമെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവമല്ല, ഒരു 9000 ദൈവമായിട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കാര്യം വെച്ചാല് എന്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അതാണ് എൻ്റെ ദൈവം. എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അതാണ് നമ്മുടെ ദൈവം. അതായത് ദൈവത്തിന്റെ പണ്ട് പോലെ എനിക്ക് ഇത്രയും നാൾ മനസ്സിലാക്കണം. എങ്ങനെ അറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമാണ് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ.
ഞാൻ പറയണതല്ല, എൻ്റെ കുഞ്ഞുങ്ങളെ എന്ത് പ്രയാസമാണെന്നോ. മർക്കോസ് 10:24. അവന്റെ വാക്കുകേട്ട ശിഷ്യന്മാർ വിസ്മയിച്ചു. അവന്റെ വാക്കുകേട്ട ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, എന്റെ കുഞ്ഞുങ്ങളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അത് എന്താ പ്രശ്നം? ആളെ അറിയാതെ പറഞ്ഞു പോയതാണിത്. കർത്താവിനെ അറിയാവുന്ന പറയല്ലേ, സത്യം പറഞ്ഞ ഇത് പറയണ്ടായിരുന്നു. കാര്യം ആള് പറഞ്ഞു പോയി ഇങ്ങനെ. എന്റെ മക്കളെ, ദൈവരാജ്യത്തെ പ്രവേശിക്കുക എന്ത് പ്രയാസമാണെന്നോ. അപ്പൊ ആൾക്കാരെല്ലാം ധനവാന്റെ കാര്യത്തെ തന്നെ പറയാണ് പോയത് 2000 കൊല്ലമായിട്ട്. എന്താണ് ധനവാൻ സ്വർഗ്ഗരാജ്യത്തെ പ്രവേശിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ്സുകാരും മറ്റേ ആൾക്കാരും 10 പൈസ ഉള്ളവരാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കരുത്. അത് ചില അണ്ണന്മാര്, അവർക്ക് ജന്മന ഈ ധനവാന്മാരോട് കോംപ്ലക്സ് ഉള്ള ആൾക്കാരുണ്ട്. അവരെ കരുതാക്കാൻ വേണ്ടി ചില ആൾക്കാർ പോയി. അത് കോംപ്ലക്സ് ആണ് ശരിക്കും. കർത്താവ് എന്താ പറഞ്ഞ? മർക്കോസ് 10:25. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം, ധനവാൻ ദൈവരാജ്യം പ്രവേശിക്കുന്നത് എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അപ്പൊ എന്റെ അർത്ഥത്തില് ഈ ധനം ദൈവത്തിന്റെ ഒരു സ്ഥാനം ചിലരുടെ ജീവിതത്തില് ധനത്തിന് അറിയാതെ ദൈവത്തിന്റെ സ്ഥാനം വരും. പിന്നെ അവർ വിശ്വാസം വിറ്റുവരെ ധനം സമ്പാദിക്കാൻ നോക്കുമ്പോ ധനം അവരുടെ ഉള്ളിലുള്ള ദൈവത്തെക്കാളും വലിയ ദൈവമായിട്ട് ധനം മാറും. അത് ധനം മാത്രമല്ല, നമ്മൾ ദൈവത്തെക്കാൾ എന്തിനു പ്രാധാന്യം കൊടുക്കുന്നു. ഇപ്പൊ നിസ്സാര കാര്യം. അപ്പൊ അതിന് വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഒന്നുമില്ല. ചെറിയവരുടെ ഇടയിലും വലിയവരുടെ ഇടയിലും ദൈവത്തെ അവരുടെ ആഗ്രഹത്തിനേക്കാളും അവർ ഇഷ്ടപ്പെടുന്ന വിഷയത്തെക്കാളും വ്യക്തികളെക്കാളും താഴ്ന്ന നിലവാരമാണ് ദൈവത്തിന് കൊടുക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പണ്ടൊക്കെ, ഇപ്പോഴങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്നും കാണുന്നില്ല. പണ്ടൊക്കെ ഈ കുടുംബങ്ങളിലൊക്കെ നമ്മൾ ബ്ലസ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് വല്യമ്മച്ചിമാരൊക്കെ ചോദിക്കുകയും, വലിയമ്മച്ചി 2 ആഴ്ച പള്ളി കണ്ടില്ല എന്ന് പറയും. എന്റെ കഴുത്തലുണ്ടായിരുന്ന പഴയ മെച്ചെന്ന് പറയും. അപ്പൊ അതാ വിഷയം. കഴുത്തലുണ്ടായിരുന്ന ചിലപ്പോ 1/2 പവനോ 1 പവനോ ആയിരിക്കുവേ. അത് പണയം വെച്ചതിന്റെ പേരിൽ പരിശുദ്ധ കുർബാന മുടക്കിയെന്നാണ് ചെടുത്തി പറയണത്. അപ്പൊ നമ്മൾ ചേടത്തിന്റെ കാര്യത്തിൽ എല്ലാവരും കൂടി ഉരുട്ടിപ്പടച്ച് കയറേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ഞായറാഴ്ച കുർബാന മുടക്കുന്ന അണ്ണന്മാരെല്ലാരും ഈ ചേടത്തേക്കുള്ള ഗതികെട്ട അവസ്ഥയാണ്. ചിലപ്പോൾ നിങ്ങൾ മക്കളുടെ മനസ്സമ്മതം, കൂട്ടുകാരുടെ മനസ്സമ്മതം, കല്യാണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചാടിക്കയറി വലിയ സ്യൂട്ടും കൂട്ടുവിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പോകുന്നില്ലേ? അതെല്ലാം കുർബാനയും മുടക്കിയിട്ടല്ലേ പോണ ചില ആൾക്കാർ. അപ്പോഴ് അത് ഒരു ദൈവമായിട്ട് മാറുകയാണ്. അപ്പൊ ദൈവമായിട്ടുള്ള ബന്ധം എന്താണ്? അത് ഒക്കുമ്പോ കൂടും. അപ്പൊ ഒക്കുമ്പോ ഉള്ള ബന്ധമേ ഉള്ളു. കൂട്ടുകാരുടെ കല്യാണമൊന്നും ഇല്ല, നാട്ടുകാരിൽ വരെ ഫംഗ്ഷൻ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രാത്രി സിനിമയും കണ്ടിരുന്ന ശേഷം വൈകുന്നേരത്തെ കുർബാനൊക്കെ പോണ ആൾക്കാരില്ലേ? രാവിലെ കിടന്നുറങ്ങി. ഇപ്പൊ ചിലരാണെങ്കിൽ പണ്ട് ഭാര്യമാരൊക്കെ ഉടുപ്പൊക്കെ തേച്ച് ശനിയാഴ്ച തേച്ചലക്കി ഇട്ട് ഭർത്താവ് വീട്ടിൽ കയറി ഒരു വെറുതെ പോയി നാളെ ഞായറാഴ്ചയാണേ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങരുതെന്നാ, രാവിലെ പള്ളിയിൽ പോകാനാ ഞാൻ നിങ്ങളുടെ ഉടുപ്പ് തേക്കണമെന്ന് പറയണത്. ഇന്ന് അങ്ങനെ പറയാൻ ആരുമില്ല. എൻ്റെ അടുത്ത് ഇവര് വന്ന് നിൽക്കണമെല്ലാം വളരെ വിനയത്തോടും എളിമയോടും ആ കുഞ്ഞുങ്ങളെ കാണിക്കാനും കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ പറയുമ്പോഴ എനിക്കറിയാം ഇവര് ദൈവത്തിന് വലിയ പ്രാധാന്യമില്ലാതെ ജീവിച്ച ആൾക്കാരാണ്. ആ മധുപിതുവിന്റെ കാലത്തും അല്ലാത്ത കാലത്തും പ്രഗ്നന്റ് ആയിരുന്ന കാലത്തും ഒന്നും കർത്താവിൻ്റെ ചിന്തിച്ചിട്ട് ഒരു കുന്ത പോലും ചെല്ലാത്ത പാർട്ടിയാണ്. പ്രസവിച്ച് കഴിയുമ്പോഴാണ് പല കുഞ്ഞുങ്ങളും കണ്ണും കാര്യം ഇല്ലെന്ന് പറയണം. അപ്പൊ കിടന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഒന്നാമത്തെ ഒരു പണികളെല്ലാം ഇരന്ന് വാങ്ങിക്കണമാണ് കേട്ടാ. ഇരന്ന് വാങ്ങിക്കാനുള്ള കാര്യം പറയാം. പക്ഷെ നമ്മള് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയണത് വിശ്വാസരാഹിത്യം. അതായത് വിശ്വാസം ഉണ്ടായിരുന്നൊരു കുടുംബത്തിൽ നിന്ന്
വിശ്വാസം ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് ഏറ്റവും ശപിക്കപ്പെട്ടവർ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾക്ക് മുമ്പ് വേശ്യകളൊക്കെ വരുമെന്ന് പറഞ്ഞു. വേശ്യകൾ തന്നെ അല്ലല്ലേ ഇപ്പൊ വരാറുള്ളത്, നിങ്ങൾക്ക് മുമ്പ് അവിശ്വാസികൾ വരുന്നുണ്ടല്ല ഇപ്പൊ. നിങ്ങൾ അവിശ്വാസികളുടെയൊക്കെ സാക്ഷ്യം കേട്ടില്ലേ? പണ്ട് അവിശ്വാസികളായിരുന്ന ആൾക്കാര് ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ 40 കൊല്ലം ദൈവതിരുസന്നിധിയിൽ കൊയ്തു കൂട്ടിയ അനുഗ്രഹത്തിന്റെ 40 ഇരട്ടിയാണ് ഇന്നലെ വരെ അവിശ്വാസിയായിരുന്ന ആള് ഇന്ന് വിശ്വാസിയാവുമ്പോ കർത്താവിന്റെ തിരുസന്നിധി നേടണത്. അത്രയും നേട്ടത്തിനുള്ള സമയം നിനക്കുണ്ടായിരുന്നു. അതിനിടെ നീ അത് നാട്ടുകാരെ നേടാനും സ്വർണം നേടാനും പറമ്പ് നേടാനും പാർട്ടിക്കാരെ നേടാനും ഉള്ള കുടുംബ യൂണിറ്റും പാർട്ടി യോഗങ്ങളും സ്ത്രീകളുടെ എന്തോ സംഘടന ഉണ്ടല്ലോ, കുടുംബശ്രീ, അങ്ങനെയുള്ള പരിപാടികളെല്ലാം വെച്ചിരിക്കണ എവിടെയാണ്? രാവിലെ കുർബാന സമയത്താ. അവിടെ ക്രിസ്ത്യാനികളെ ഹാജർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെ ചിലര് നിരീശ്വരവാദമുള്ളവരും അല്ലാത്തവരും നമ്മളെ അതിൽ നിന്ന് മാറ്റമുണ്ട്. ബോധപൂർവ്വം മാറ്റുന്നവരുണ്ട്. ഇതേ സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാവും. തന്ത്രപൂർവ്വം കുടുംബശ്രീ എന്ന് മാറ്റണതിൻ്റെ വേണ്ടി എടുത്തിരിക്കുന്ന നിലപാടുകളും പാർട്ടി യോഗത്തിൽ എടുത്ത് മാറ്റുന്ന നിലപാടുകൾ, അങ്ങനെ കാലാന്തരത്തില് ദൈവത്തെയും പള്ളിയെയും ഉപേക്ഷിച്ചവർ മാത്രം പാർട്ടി പ്രവർത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുർബാന സമയത്ത് ട്യൂഷൻ, നമ്മുടെ കുർബാന സമയത്ത് പാർട്ടി സമ്മേളനം, പരിശുദ്ധ കുർബാനയുടെ സമയത്ത് അതുപോലെ തന്നെയുള്ള യോഗങ്ങളൊക്കെ വെച്ചിട്ട് പതുക്കെ ഒന്നെങ്കിൽ അത് നിന്നെ ആശ്രയിച്ചിരിക്കും. ഒന്നെങ്കിൽ നിന്നെ പാർട്ടിയിൽ നിന്ന് അവർ മാറ്റും, അല്ലെങ്കിൽ അവിടുത്തെ ആനുകൂല്യം നിനക്ക് തരത്തില്ല, അല്ലെങ്കിൽ നിനക്ക് നീ ദൈവത്തിൽ നിന്ന് മാറും. ഇതെന്താണ് സംഭവിച്ചതെന്ന് നീ ചിന്തിച്ചാൽ മതി. ഏതായാലും കർത്താവ് പറഞ്ഞു പോയി, എന്താണ്? ഞെരുക്കമാണ് മകനെ, സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക ഞെരുക്കം, ബലം പ്രയോഗിക്കുന്നവൻ മാത്രം അതിൽ പ്രവേശിക്കുന്നവൻ. ഇപ്പം എല്ലാം മനസ്സിലായില്ലേ?